ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ സ്കീമിൻ്റെ രണ്ടാമത്തെ ഗഡു ചെറിയ പെരുന്നാൾ ദിനമായ ഇന്ന് 11 മണിയോടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു തുടങ്ങി. സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി സർക്കാർ വിഭാവനം ചെയ്ത ഈ പദ്ധതിയിൽ കുടിശ്ശികയായി കിടക്കുന്നവർക്ക് കുടിശ്ശികയായ ഒരു ഗഡുവും മാർച്ച് മാസത്തിലെ ഒരു ഗഡുവും ഒന്നിച്ച് ലഭിക്കുമെന്ന അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഒരു ഗഡു തുക മാത്രമേ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ബാക്കിയുള്ള തുകയും ഈ മാസം 30-ന് മുമ്പായിട്ട് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ തുക ലഭിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപേക്ഷ സമർപ്പിച്ച ഭൂരിഭാഗം ആളുകളുടെയും, അതായത് 95% പേരുടെയും രേഖകൾ പരിശോധിക്കുകയും അപ്രൂവൽ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 31-ന് മുമ്പായിട്ട് ഈ 2 ഗഡുക്കളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ പുറപ്പെടുവിച്ചിരുന്നതിനാൽ വിതരണ നടപടികൾക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ഇതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയും മുടക്കം കൂടാതെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകണമെന്ന കർശന നിർദ്ദേശം വന്നിട്ടുണ്ട്. ആദ്യഘട്ടം 10 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിച്ചുവെങ്കിലും അപ്രൂവൽ കിട്ടിയിട്ടും മറ്റു സാങ്കേതിക കാരണം മൂലം പണം ലഭിക്കാത്തവർക്കും പിന്നീട് അപേക്ഷിച്ചവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അപ്രൂവൽ ആയ തീയതി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുക. അതേസമയം ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇതുവരെ പ്രയോജനപ്പെടുത്താത്തവർക്ക് അപേക്ഷിക്കാനുള്ള അവസരവും ഇപ്പോൾ ഉണ്ട്. സംസ്ഥാന സർക്കാർ ഏകദേശം 32 ലക്ഷം പേർക്കായിട്ട് വിഭാവനം ചെയ്ത ഈ സൂപ്പർ പദ്ധതിയിലേക്ക് ഇപ്പോൾ 20 ലക്ഷത്തിൽ താഴെ അപേക്ഷ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിനാൽ അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇനിയും ഈ പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കും. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ യോഗ്യത ഉള്ളവർക്ക് ഒട്ടും വൈകാതെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആനുകൂല്യം തുടർന്നും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുമല്ലോ. അതുപോലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കേരളത്തിൽ സ്ഥിരതാമസമുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ അപേക്ഷക BPL അല്ലെങ്കിൽ AAY വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകളായിരിക്കണം. കൂടാതെ സർക്കാരിൻ്റെയോ മറ്റ് സ്വകാര്യ മേഖലയിലോ സ്ഥിരം അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ഉള്ളവരായിരിക്കാൻ പാടില്ല. അതുപോലെ നിലവിൽ മറ്റ് ക്ഷേമ പെൻഷനുകളൊന്നും തന്നെ കൈപ്പറ്റുന്നവരാവരുത്. അതുകൊണ്ട് തന്നെ അപ്രൂവൽ ലഭിച്ചിട്ടും പണം